നിത്യജീവന്റെ വചനമേ എന്നിൽ അഗ്നിയായി പതിയണേ. പാരിലെങ്ങും പോയിടാം ഞങ്ങൾ പ്രേക്ഷിതരായി തീർന്നിടാം. വചനമേ ദൈവ വചനമേ നിറയണേ എന്നിൽ നിറയണേ. ഈശോയിൽ പ്രിയ ദൈവജനമേ, മാർ വലാഹ് പ്രാർത്ഥനാ കൂട്ടായ്മയുടെ ജീവജലം എന്ന വചന ശുശ്രൂഷയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ദനഹാകാലം 4-ാമത്തെ ഞായർ. ഇന്നത്തെ സുവിശേഷം യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൽ 4-ാം അധ്യായം 1 മുതൽ 26 വരെയുള്ള വാക്യങ്ങൾ. നമുക്ക് ഈ പാട്ടൊന്ന് ശ്രദ്ധിക്കാം. നട്ടുച്ച നേരത്ത് കിണറിന്റെ തീരത്ത് വെള്ളത്തിനായി ഞാൻ കാത്തിരിപ്പു. നാരി ഒരു പാത്രം ദാഹജലം നീ എനിക്കു നൽകൂ. ഈശോയും സമരിയാക്കാരി സ്ത്രീയുമായിട്ടുള്ള സംഭാഷണമാണ് ഇവിടെ യോഹന്നാന്റെ പ്രതിപാദ്യ വിഷയം. ആദ്യമായി തന്നെ ഇവിടെ ഈ സമറിയാക്കാർ ആരാണ്, ഇസ്രായേൽ ജനതയുമായിട്ടുള്ള അവരുടെ ബന്ധമെന്താണ്, ചരിത്രപരമായിട്ട് എങ്ങനെ സമരിയാക്കാർ എന്ന് വിളിക്കപ്പെട്ടു എന്ന് നമുക്ക് ആദ്യമേ പരിശോധിക്കാം. ദാവീദിൻ്റെ മകൻ സോളമൻ്റെ ഭരണത്തിന് ശേഷം ഇസ്രായേൽ രാജ്യം 2ആയിട്ട് വിഭജിക്കപ്പെടുന്നുണ്ട്. 10 ഗോത്രങ്ങളെ ഉൾക്കൊള്ളുന്ന നോർത്തേൺ കിങ്ഡം ഇസ്രായേൽ കിങ്ഡം എന്നറിയപ്പെടുന്നു. 2 ഗോത്രങ്ങൾ ഉള്ള ജെറുസലേം തലസ്ഥാനമായിട്ടുള്ള ജൂദയ, നോർത്തേൺ കിങ്ഡം അതായത് 10 ഗോത്രങ്ങൾ ഒരുമിച്ച് പാർക്കുന്ന ആ സ്ഥലത്തിൻ്റെ തലസ്ഥാനമാണ് സമറിയ എന്ന് പറയുന്നത്. ദൈവശാസ്ത്രപരമായിട്ടും പൊളിറ്റിക്കലായിട്ടും വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉൾക്കൊള്ളുന്നവരാണ് സമറിയ തലസ്ഥാനമാകിയ 10 ട്രൈബ്സിൻ്റെ കിങ്ഡവും ജെറുസലേം തലസ്ഥാനമാക്കിയ ജൂദയായും. കാലങ്ങൾ കടന്നുപോയപ്പോൾ ജെറുസലേം ദേവാലയത്തിലേക്ക് ഈ നോർത്തേൺ കിങ്ഡത്തിലുള്ള സമറിയയിലുള്ള ആൾക്കാർ വരാതെയായി. അവർ ജെറുസലേം ദേവാലയത്തിന് പകരം പുതിയ ദേവാലയങ്ങൾ അവിടെ തന്നെ ഉണ്ടാക്കുകയും ജൂദയായോട് പൊതുവെ ഒരു ശത്രുതാ മനോഭാവം തുടരുകയുമാണ് ഉണ്ടായത്. ഒരു മാത്സര്യം, സഹോദരങ്ങൾ തമ്മിലുള്ള സഹോദരങ്ങളുടെ ഡിസെൻഡൻസ് തമ്മിലുള്ള ഒരു മാത്സര്യം അവിടെ ഉടലെടുത്തു. ജെറുസലേം ദേവാലയവുമായിട്ടുള്ള കണക്ഷൻ വിച്ഛേദിക്കപ്പെട്ട ജനത കാലക്രമത്തിൽ ഫിലിസ്തീയരുടെ ആക്രമണത്തിൽ തകർന്ന് തരിപ്പണമാകുന്ന കാഴ്ചയാണ് സമറിയയിൽ വസിക്കുന്ന 10 ഗോത്രക്കാർക്ക് സംഭവിച്ചത്. അവരെയാണ് പിൽക്കാലത്ത് ദ ലോസ്റ്റ് ട്രൈബ്സ് ഓഫ് ഇസ്രയേൽ, ആ ഗോത്രത്തിലുള്ള ആൾക്കാരുടെ തനിമ നഷ്ടപ്പെട്ട് ജീവിത സാഗരത്തിൽ അല്ലെങ്കിൽ മറ്റു സംസ്കാരവുമായിട്ട് അലിഞ്ഞു ചേർന്ന് യഹൂദ തനിമ നഷ്ടപ്പെട്ടു. ഫിലിസ്തീയർ വന്ന് സമറിയയിൽ വസിക്കുന്ന 27,000 ആൾക്കാരെ കൊണ്ട് അവരുടെ തലസ്ഥാനമായ നിനവെ മെസോപ്പൊട്ടാമിയയിലേക്ക് കൊണ്ടുപോയി.
യുദ്ധത്തിൻ്റെ കെടുതിയിൽ കുറച്ച് പേര് സതേൺ കിങ്ഡം എന്നറിയപ്പെടുന്ന ജൂദയിലേക്ക് തിരിച്ചു വന്നു. പിടിച്ചെടുക്കുന്ന രാജ്യങ്ങളിൽ വീണ്ടും വിപ്ലവം ഉണ്ടാകാതിരിക്കുവാനായിട്ട് ഫിലിസ്ത്യർ ഒരു കാര്യം കൂടെ ചെയ്തു. മെസോപ്പൊട്ടാമിയയിലും മീദിയായിലുമുള്ള 5 നഗരത്തിൽ വസിക്കുന്ന ആൾക്കാരെ, അതിൽ കുറച്ച് പേരെ സമറിയയുടെ പ്രദേശങ്ങളിൽ കൊണ്ട് സെറ്റിൽ ചെയ്യിച്ചു, അവിടെ കൊണ്ടുവന്ന് താമസിപ്പിച്ചു. ഉദ്ദേശം ഇതായിരുന്നു, അവരുടെ സംസ്കാരം യഹൂദ സംസ്കാരവുമായിട്ട് ഇടകലർത്തിക്കൊണ്ട് വീണ്ടും ഒരു രാജാവിനെതിരെയുള്ള അപ്രൈസൽ ഒഴിവാക്കാൻ വേണ്ടി ഇൻ്റർ മാരിയേജ് പ്രോത്സാഹിപ്പിച്ചു. അതിൻ്റെ ഫലമായിട്ട് സമറിയായിൽ താമസിച്ചിരുന്ന യഹൂദന്മാർക്ക് ഒത്തിരി വിഗ്രഹാരാധകരുടെ കൂടെ താമസിക്കേണ്ടി വന്നു. അവർ പലപ്പോഴും വിഗ്രഹാരാധനയോടൊപ്പം തന്നെ യഹോവയെയും ആരാധിച്ചു വന്നിരുന്നു. ഇന്നെഫക്റ്റീവ് എന്താ സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ, തനതായ യഹൂദ തനിമ നഷ്ടപ്പെട്ട് വിഗ്രഹങ്ങളെയും ആരാധിക്കും, ദൈവത്തിൻ്റെ മലയിൽ പോയി യഹോവയെയും ആരാധിക്കും. തീർച്ചയായിട്ടും ഒരു സങ്കരവർഗമായിട്ട് ഈ 10 ട്രൈബ്സ്, സമരിയായിലുള്ള ട്രൈബ്സ് കാലക്രമേണ അങ്ങ് മാറുകയാണ്. ഈ ഒരു ഒറ്റ കാരണത്താൽ തന്നെ ജൂദയായിൽ വസിക്കുന്ന ഓർത്തഡോക്സ് യഹൂദന്മാർക്ക് ഇവരോട് പുച്ഛമായിരുന്നു. കാരണം ഇവർ വിജാതീയരുമായി കൂടിക്കലർന്ന് അവരുമായിട്ട് വിവാഹബന്ധത്തിൽ ഏർപ്പെട്ട് ഉരുത്തിരിഞ്ഞു വന്ന ഒരു സങ്കരവർഗമാണ്. ദ പ്യൂരിറ്റി ഓഫ് ബ്ലഡ്, അതിൻ്റെ പേരിൽ ഓർത്തഡോക്സ് യഹൂദന്മാർക്ക് സമരിയാക്കാർ നിന്ദിതരാണ്. അവർ വില കുറഞ്ഞവരാണ്. അവർ ദൈവത്തിന് സ്വീകാര്യമല്ല എന്ന് വിശ്വസിക്കുന്ന ആൾക്കാരാണ്. ഇവർ തമ്മിലുള്ള എനിമിറ്റി ചരിത്രത്തിൽ വളരെ വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഈ 2 സമൂഹങ്ങൾ തമ്മിൽ നിലനിന്നിരുന്ന ഒരു സ്പർദ്ധയുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നമുക്കത് വ്യക്തമായിട്ട് കാണുവാൻ സാധിക്കും. സമറിയായിലൂടെ കടന്നു പോകുന്ന യേശുവിനെയും ശിഷ്യന്മാരെയും ചില അവസരങ്ങളിൽ ഇവർ അപമാനിക്കുവാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോഴാണ് യോഹന്നാനും യാക്കോബും ഈശോയോട് ചോദിക്കുന്നത്, സ്വർഗത്തിൽ നിന്നും അഗ്നി ഇറക്കി ഇവരെ നശിപ്പിക്കട്ടെ. യേശു അവരോട് ശാന്തമാകാൻ പറഞ്ഞു, ക്ഷമിക്കുവാൻ പറഞ്ഞു. കാരണം സുവിശേഷത്തിൽ ഉടനീളം നമുക്ക് ഏറ്റവും സുപരിചിതമായ ഒരു ഉപമയുണ്ട്, ഗുഡ് സമരിറ്റൻ, നല്ല സമറായൻ്റെ ഉപമ. അവിടെ യേശു ആ സമറായക്കാരനെ നല്ലവനായിട്ടാണ് ചിത്രീകരിക്കുന്നത്. യേശുവിൻ്റെ ഉള്ളിൽ ഓർത്തഡോക്സ് ചിന്താഗതികളോ പ്യുവർ ബ്ലഡിൻ്റെ ആശയങ്ങളോ മറ്റുള്ള മനുഷ്യരെ ഇകഴ്ത്തി കാണിക്കുന്ന അപ്പാർത്തഡ് മനോഭാവമോ ഒട്ടും ഇല്ലായിരുന്നു. എല്ലാവരെയും അവരുടെ പ്രവൃത്തിക്കനുസരിച്ച്, ഹൃദയ നൈർമല്യത്തിനനുസരിച്ച് വിലമതിക്കുകയും ദൈവത്തിന് സ്വീകാര്യനാണ് എല്ലാ മനുഷ്യരുമെന്ന് യേശു ആ ഉപമയിലൂടെ യഹൂദ ജനത്തെ പഠിപ്പിക്കുകയുമാണ് ചെയ്യുന്നത്. ഇങ്ങനെയുള്ള ആ അവസരത്തിലാണ് സിക്കാർ എന്ന നഗരത്തിൽ യേശുവും ശിഷ്യന്മാരും എത്തുന്നത്. അവർ ഗലീലിയേക്കുള്ള യാത്രയുടെ മധ്യയാണ്. നട്ടുച്ച സമയം യേശു ശിഷ്യന്മാരെ 12 പേരെയും ആഹാരം മേടിക്കുവാൻ അടുത്തുള്ള നഗരത്തിലേക്ക് പറഞ്ഞു വിടുന്നു. ഈ പ്രദേശത്തിന് 1-2 പ്രത്യേകതയുണ്ട്. യേശു ഇപ്പോൾ നിൽക്കുന്നത് യാക്കോബിൻ്റെ കിണറിനരികിലാണ്. പൂർവപിതാവായ യാക്കോബ്. ഈ കിണർ സ്ഥിതി ചെയ്യുന്നത് ഗെരിസീം മലയുടെ താഴ്വരയിലാണ്. ഈ ഗെരിസീം മലയ്ക്കും പ്രത്യേകതയുണ്ട്. യാക്കോബ് സ്വർഗത്തിലെ ഗോവിണി സ്വപ്നം കണ്ട സ്ഥലമാണ്.
അവിടെ സമറിയാക്കാർക്ക് ഒരു ദേവാലയമുണ്ട്. പൂർവ്വപിതാക്കന്മാർ അവിടെ ബലിയർപ്പിച്ചിട്ടുമുണ്ട്. ആ ഒരു പ്രദേശത്ത് യാക്കോബിൻ്റെ കിണറിനരികെ യേശു ഒരാൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. സമറായക്കാരിയായ പാപിനിയായ ഒരു സ്ത്രീക്ക് വേണ്ടി, അവളോട് സംസാരിക്കുവാൻ വേണ്ടി. ഈശോയുടെ സംസാരത്തിലൂടെ ഈശോ പ്രകടമാക്കുന്ന, ഈശോ വ്യക്തമാക്കുന്ന ചില പ്രധാന കാര്യങ്ങളുണ്ട്. അവ ഏതാണെന്ന് നമുക്ക് ഇപ്പോൾ പരിശോധിക്കാം. യേശു യാക്കോബിൻ്റെ കിണറിൻ്റെ അരികെ കൽപ്പടവിൽ കാത്തിരിക്കുകയാണ്. ഇതാ സമറിയാക്കാരിയായ സ്ത്രീ കുടവുമായിട്ട് കടന്നു വരുന്നു. യേശു അവളോട് ചോദിച്ചു, അല്പം ദാഹജലം തരുമോ? സമറിയാക്കാരി സ്ത്രീക്ക് സർപ്രൈസായി. ഒരു യഹൂദൻ തന്നോട് ദാഹജലം ചോദിക്കുന്നു. അത് പതിവുള്ളതല്ലോ. യേശു പറയുന്ന മറുപടിയുണ്ട്. നിന്നോട് വെള്ളം ചോദിച്ചവൻ ആരെന്ന് നീ അറിഞ്ഞിരുന്നെങ്കിൽ നിത്യജീവന്റെ ജലം നീ അവനോട് ചോദിക്കുമായിരുന്നു. ഉടനെ അവൾ ചോദിച്ചു, എങ്കിൽ എനിക്ക് വീണ്ടും വെള്ളം കോരാൻ വരേണ്ടതില്ലല്ലോ. വീണ്ടും ദാഹിക്കാത്ത ആ ജലം നീ എനിക്ക് നൽകിയാലും. ഇവിടെ ഈ നിത്യജീവന്റെ ജലം, ദ ലിവിംഗ് വാട്ടേഴ്സ്, ജീവജലം എന്നുള്ള ആ കൺസെപ്റ്റ് യഹൂദ പാരമ്പര്യത്തിൽ പ്രവാചക ഗ്രന്ഥങ്ങളിൽ വളരെ വ്യക്തമായി നമുക്ക് വായിക്കുവാൻ സാധിക്കും. എസെക്കിയേൽ പ്രവാചകൻ ഇങ്ങനെ പ്രവചിക്കുന്നു, ജെറുസലേം ദേവാലയത്തിന്റെ പടിവാതിലിൽ നിന്നും കിഴക്കോട്ടൊഴുകുന്ന ജീവജലത്തിന്റെ അരുവിയെക്കുറിച്ച്. ജെറുസലേമിൽ നിന്നും ഉത്ഭവിക്കുന്ന, എന്നും വറ്റാത്ത, നിത്യം നിലനിൽക്കുന്ന ജീവജലത്തിന്റെ അരുവിയെക്കുറിച്ച് സഖറിയ പ്രവചനം നൽകുന്നു. ഈ ജീവജലം, അതായത് യഥാർത്ഥ ദൈവത്തിന്റെ ആത്മാവ്, അമരത്വം നൽകുന്ന, മനുഷ്യന്റെ ആത്മാവിന് അമരത്വം നൽകുന്ന, സ്വർഗീയ സന്തോഷം നൽകുന്ന ദൈവത്തിന്റെ ആത്മാവ് സ്വീകരിക്കുവാനുള്ള മനുഷ്യന്റെ ആ ത്വരയെ ശമിപ്പിക്കുവാൻ, ആത്മാവ് നിറഞ്ഞ ജീവിതത്തിലൂടെ ദൈവവുമായിട്ട് ഒന്നായിത്തീരുവാനുള്ള ആ മനുഷ്യന്റെ ഉള്ളിലെ ആഗ്രഹങ്ങളെ ശമിപ്പിക്കുന്നവൻ ദൈവപുത്രനായ ഈശോ ആണ്. അതാണ് ദൈവത്തിന്റെ ദാനം. ദൈവത്തിന്റെ ദാനമായ ഈശോയിലൂടെ മനുഷ്യവർഗങ്ങളിലേക്ക്, മനുഷ്യനിലേക്ക് കടന്നുവന്ന ദൈവത്തിന്റെ ആത്മാവിനെ സ്വീകരിക്കുമ്പോഴാണ് ജീവിതം ദൈവോന്മുഖമായി തീരുന്നത്, ജീവിതം ധന്യമാകുന്നത്. മറ്റുള്ള എല്ലാ ദാഹങ്ങളെക്കാളും ഉപരിയായിട്ട് എല്ലാത്തിനും ശമനം കണ്ടെത്തുവാനും ദൈവത്തിൽ അലിഞ്ഞ് ജീവിക്കുവാനുമുള്ള ഒരു പ്രത്യേകമായ വിളിയും വരവും കൃപയും മനുഷ്യവർഗത്തിന് ഈശോ ഈ ഭൂമിയിലേക്ക് കൊണ്ടുവന്നത്. ഈയൊരു സത്യം സമറായക്കാരായ സ്ത്രീയെ പഠിപ്പിക്കുവാൻ വേണ്ടി മാത്രമാണ് ഈശോ ആ കിണറ്റിൻകരയിൽ അവൾക്ക് വേണ്ടി കാത്തിരുന്നത്. ഉടനെ അവൾ ചോദിക്കുകയാണ്, എങ്കിൽ ഗുരു എനിക്ക് ആ ജലം നൽകിയാലും. ഈശോ പറഞ്ഞു, നീ പോയി നിന്റെ ഭർത്താവിനെ വിളിച്ചുകൊണ്ടുവരിക. ഈശോ സമറിയാക്കാരിയായ സ്ത്രീയുടെ എല്ലാ ബാക്ക്ഗ്രൗണ്ടും അറിഞ്ഞിരിക്കുന്നു. അവൾ ഏതു തരത്തിലുള്ള ജീവിതമാണ് നയിക്കുന്നതെന്നും വിഗ്രഹാരാധനയിൽ ഏർപ്പെടുന്നതും എല്ലാം കർത്താവ് അറിഞ്ഞിരുന്നു. ഒരുപക്ഷെ ഈ 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു എന്ന് പറയുന്നതിന് ഒരു വ്യാഖ്യാനം ഇങ്ങനെയാണ് പറയുന്നത്. പല പല സംസ്കാരത്തിൽ നിന്നുള്ള വിഗ്രഹങ്ങൾ ഹൃദയത്തിൽ പൂജിക്കുവാൻ നിർബന്ധിതരായ ഒരു ജനത തങ്ങളുടെ കർത്താവും ഭർത്താവുമായ യാഹുവയെ ഉപേക്ഷിച്ച്, അല്ലെ യാഹുവയുടെ സ്ഥാനത്ത് വേറെ 5 വിഗ്രഹങ്ങളെ കൂടി ആരാധിക്കുന്ന അമൂർത്തമായ തെറ്റായ ഒരു ആരാധനാ രീതി പിന്തുടരുന്ന
ഒരു സമൂഹത്തെ വീണ്ടെടുക്കുവാനായിട്ട് ഈശോ ഇവിടെ ശ്രമിക്കുകയാണ് ഈ സമരിയാക്കാരി സ്ത്രീയിലൂടെ. ഇപ്പോൾ ഉള്ളവനോ നിന്റെ ഭർത്താവല്ല. അതായത് ഇപ്പോൾ നിങ്ങൾ ആരാധിക്കുന്നത്, ഈ വിഗ്രഹങ്ങളുടെ നടുവിൽ യഹോവയെ ആരാധിക്കുക ഇമ്പോസിബിൾ ആണ്. വിഗ്രഹങ്ങളെ പോലെ പൊട്ടക്കിണറിന്റെ അകത്ത് കിടന്നുകൊണ്ട് ജീവജലം പ്രദാനം ചെയ്യുന്ന ദൈവപുത്രനെയോ ദൈവത്തെയോ യാഹുവയോ നിങ്ങൾക്ക് ആരാധിക്കുവാൻ സാധിക്കത്തില്ല. അതാണ് ഈശോ ഇവിടെ സമരിയാക്കാരി സ്ത്രീയോട് വ്യക്തമാക്കി കൊടുക്കുന്നത്. സ്ത്രീ പിന്നെയും പറയുന്നത്, ഞങ്ങൾ യാക്കോബ് ബലിയർപ്പിച്ച മലയിലാണ് ബലിയർപ്പിക്കുന്നത്, നിങ്ങൾ യഹൂദർ ജെറുസലേമിലാണ് ബലിയർപ്പിക്കുന്നത്. ആ മലയാണോ ഈ മലയാണോ ബലിയർപ്പണത്തിന് പോകേണ്ടത്? ആ രീതിയിലുള്ള സംസാരമുണ്ടായപ്പോൾ ഈശോ സ്ത്രീയോട് പറയുകയാണ്, ആ മലയിലോ ഈ മലയിലോ അല്ല, ആത്മാവിലും സത്യത്തിലുമാണ് ബലിയർപ്പിക്കുന്നത്. പ്രിയമുള്ളവരെ, എന്താണ് ആത്മാവിലും സത്യത്തിലുമുള്ള ആരാധന? ഇത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ വിശുദ്ധ ബലിയർപ്പണത്തിലേക്ക് കടന്നു വരേണ്ടിയിരിക്കുന്നു. വിശുദ്ധ ബലിയർപ്പണത്തില് വചന ശുശ്രൂഷയിലൂടെ പൗത്രീകരിക്കപ്പെട്ട മനുഷ്യന്റെ മനസ്സും ശരീരവും ആത്മാവും എപ്പിക്ലേസിസ് പരിശുദ്ധാത്മാവിനോടുള്ള പ്രാർത്ഥനയിലേക്ക് കടക്കുന്ന അവസരമുണ്ട്. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ, നിന്റെ ദാസരുടെ ഈ കുർബാനയിൽ അവിടുന്ന് ആവസിച്ച് ഇതിനെ ആശീർവദിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യുമാറാകട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പൊറുതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പിലുള്ള വലിയ പ്രത്യാശയ്ക്കും നിന്നെ പ്രീതിപ്പെടുത്തിയ എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. വിശുദ്ധ കുർബാനയില് വചനം ശ്രവിച്ച് ശുദ്ധീകരിക്കപ്പെട്ട മനുഷ്യ മനസ്സുകളിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന് ആവസിക്കുന്ന വിശുദ്ധ കുർബാന സ്വീകരണത്തിലൂടെ സംഭവിക്കുന്ന ദൈവവും മനുഷ്യനുമായിട്ടുള്ള ആ കമ്മ്യൂണിയൻ, ഇതുതന്നെയാണ് ആത്മാവിലും സത്യത്തിലുമുള്ള ആരാധന എന്ന് പറയുന്നത്. വിശുദ്ധ പൗലോസ്ലീഹ തന്റെ ലേഖനത്തിൽ വ്യക്തമാക്കുന്നുണ്ട്, നിങ്ങളുടെ ശരീരങ്ങളെ സജീവ ബലിയായി ആത്മ ആരാധനയ്ക്ക് സമർപ്പിക്കുവിൻ. ദൈവമായ കർത്താവിന് മനുഷ്യമക്കൾ നൽകുന്ന പരമമായ ആരാധനയുണ്ട്. അതായത് ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവമായിരുന്നു, അത് ദൈവത്തോടു കൂടിയായിരുന്നു. വചനമായ ദൈവം ഭൂമിയിൽ അവതരിച്ചു യേശു മിശിഹായുടെ രൂപത്തിൽ. ഈശോ മിശിഹ പെസഹ തിരുനാളിൽ അപ്പമെടുത്തുയർത്തിക്കൊണ്ട് പറയുന്നു, ഇത് എന്റെ ശരീരമാകുന്നു, നിങ്ങൾ വാങ്ങി ഭക്ഷിക്കുവിൻ, ഇതെന്റെ രക്തമാകുന്നു, നിങ്ങൾ പാനം ചെയ്യുവിൻ. യേശുവിന്റെ ശരീര രക്തങ്ങളെ നമ്മൾ സ്വീകരിക്കുമ്പോൾ യേശുവിന്റെ വചനത്തെയും യേശുവിന്റെ ആത്മാവിനെയുമാണ് നമ്മൾ സ്വീകരിക്കുന്നത്. യേശുവുമായിട്ടുള്ള കമ്മ്യൂണിയനിലേക്ക് വരുമ്പോൾ വചനമാകുന്ന സത്യം, എന്താണ് സത്യം? ഞാൻ തന്നെയാണെന്ന സത്യം, വഴിയും സത്യവും ജീവനും ഞാനാകുന്നു എന്ന് പറഞ്ഞ യേശു വചനമാകുന്ന സത്യവും അതിന് സ്വീകരിച്ച ശേഷം ഉത്ഥിതനായ യേശുവിന്റെ ആത്മാവിനെ ഉള്ളിലേക്ക് കൈക്കൊള്ളുമ്പോൾ ആത്മാവിലും സത്യത്തിലും നമ്മൾ ദൈവവുമായിട്ട് ഒന്നായി ചേർന്ന് ആ പരമമായ ആരാധന നമ്മുടെ ദിവ്യ ബലിയിലൂടെ അർപ്പിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. ആത്മാവിലും സത്യത്തിലും ആരാധിക്കുക എന്ന് പറഞ്ഞാൽ ഇതാണ്. യേശുവിനെ ഉൾക്കൊണ്ടുകൊണ്ട്, വചനം ശ്രവിച്ചുകൊണ്ട്, സത്യത്തിലായിരുന്നുകൊണ്ട്, ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ദൈവവുമായിട്ടുള്ള നിരന്തരമായ കമ്മ്യൂണിയനിൽ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ്.
അത് നിലയ്ക്കാത്ത അരുവി പോലുള്ള ഒരു യാത്രയാണ്. ജീവിതത്തിന്റെ അവസാനം വരെ, പുതുജീവിതം വരെ നമ്മുടെ കൂടെ, ദൈവത്തിന്റെ കൂടെ നടത്തുന്ന ആ സ്വർഗീയ അനുഭവം, ആത്മാവിലും സത്യത്തിലുമുള്ള ആരാധന. ഈ ഒരു വസ്തുത സമരിയാക്കാരി സ്ത്രീയിലൂടെ ഈശോ വെളിപ്പെടുത്തുകയാണ്. ഒരുപക്ഷെ സുവിശേഷത്തിന്റെ തന്നെ എസൻസായ ഒരു വലിയ ആശയം, വലിയ ഒരു രക്ഷാകരമായ വിപ്ലവാത്മകരമായ എമ്മാനുവേൽ, ദൈവം നമ്മോട് കൂടെ ഉണ്ട് എന്നുള്ള ആ വലിയ സത്യം ദൈവമക്കൾക്ക്, അന്ധകാരത്തിൽ കഴിഞ്ഞിരിക്കുന്നവർക്ക്, അന്ധകാരത്തിൽ പാപത്തിന്റെ അടിമത്തത്തിലായിരിക്കുന്നവർക്ക്, ലോകത്തിലെ എല്ലാ സംസ്കാരങ്ങളെയും വീണ്ടെടുത്ത് ദൈവത്തോടൊത്ത് യാത്ര ചെയ്യിക്കുവാനും നിത്യജീവൻ പ്രാപിപ്പിക്കുവാനും ദൈവപുത്രൻ ഭൂമിയിലേക്ക് വന്ന് ജനങ്ങളെ നേടുന്ന, ആത്മരക്ഷ സാധ്യമാക്കുന്ന ഒരു വലിയ പ്രേഷിത പ്രവർത്തനത്തിന് സമരിയാക്കാരി സ്ത്രീയെ പ്രാപ്തയാക്കുന്ന ഒരു വലിയ എൻകൗണ്ടർ ആയിരുന്നു യാക്കോബിന്റെ കിണറ്റിന്റെ കരയിൽ നമ്മൾ കാണുന്നത്. എന്താണ് സംഭവിച്ചത്? ആ സ്ത്രീ തന്റെ ഗ്രാമത്തിലേക്ക് പോയി താൻ കണ്ട വലിയ പ്രവാചകനും അവൻ ചെയ്ത വലിയ അത്ഭുതങ്ങളും അവൻ പറഞ്ഞ കാര്യങ്ങളും എല്ലാം പറഞ്ഞ് മനസ്സിലാക്കി ഒരു വലിയ ജനക്കൂട്ടത്തെ യേശുവിന്റെ അടുത്തേക്ക് അവൾ ആനയിക്കുകയാണ്, കൊണ്ടുവരികയാണ്. ഒരു വലിയ പ്രേക്ഷിതയായിട്ട് അവളുടെ ജീവിതം മാറുകയാണ്. പ്രിയമുള്ളവരെ, ഇത് തന്നെയാണ് ഓരോ വ്യക്തിയിൽ നിന്നും, എത്ര പാപ അവസ്ഥയിൽപ്പെട്ട വ്യക്തിയായിരുന്നാലും, എത്ര കൊള്ളരുതാത്ത സമൂഹത്തിൽ നിന്നുള്ളതായിരുന്നാലും, മറ്റുള്ളവർ നിന്നെ ഇകഴ്ത്തിത്താത്തുന്ന രീതിയിൽ സംസാരിച്ചാലും, നിന്നോട് പെരുമാറിയാലും, ദൈവ തിരുമനസ്സിന് മുമ്പിൽ, തമ്പുരാന്റെ മുമ്പിൽ, ഈശോ മിശിഹായുടെ മുമ്പിൽ നീയെന്നും വിലയുള്ളവനാണ്, നീയെന്നും പ്രേക്ഷിതനാണ്, നീയെന്നും ദൈവത്തിന്റെ മകനാണ്, മകളാണ് എന്നുള്ളതാണ്. ഇത്രയും സംഭവങ്ങളൊക്കെ കഴിയുമ്പോൾ ആഹാരം മേടിക്കാൻ പോയ 12 ശിഷ്യന്മാർ ആഹാരവുമായിട്ട് തിരിച്ചു വന്നു. പക്ഷേ ഈശോ ആഹാരം എടുക്കുന്നോ കഴിക്കുന്നതോ ഒന്നും ആയിട്ടും നമ്മൾ കാണുന്നില്ല. മറിച്ച് ഈശോ ഒരു കാര്യം പറയുന്നുണ്ട്. ശിഷ്യന്മാർ നീ കഴിക്കുന്നില്ലേ എന്ന് ചോദിച്ചപ്പോൾ ഈശോ പറഞ്ഞ ഒരു കാര്യമുണ്ട്. നിങ്ങൾ അറിയാത്ത ഒരു ഭക്ഷണം എനിക്കുണ്ട്. എന്റെ പിതാവ് എന്നെ അയച്ച അവന്റെ ഇഷ്ടം നിറവേറ്റുക എന്നുള്ളതാണ്. പ്രിയമുള്ള വിശ്വാസ സുഹൃത്തുക്കളെ, നമ്മളെ സംബന്ധിച്ചോളമുള്ള ദൈവഹിതം എന്തെന്ന് നമ്മൾ മനസ്സിലാക്കുക. ദൈവത്തിന്റെ ഹിതം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുവർത്തിക്കുമ്പോൾ, വചനാനുസൃതമായിട്ട് നമ്മൾ ജീവിക്കുമ്പോൾ, അവന്റെ ഇഷ്ടത്തിന് പ്രാധാന്യം കൊടുക്കുമ്പോൾ, ദൈവത്തിന് കൊടുക്കേണ്ട യഥാർത്ഥമായ ആരാധന അതിന്റെ ഫുൾ സിംഗിൽ കർത്താവിന് സമർപ്പിക്കുമ്പോൾ ദൈവമഹത്വം നമ്മളിലേക്ക് ഇറങ്ങി വരികയും അനേക ആത്മാക്കളെ ദൈവത്തിന് വേണ്ടി നേടിയെടുക്കുന്ന ഉപകരണങ്ങളായിട്ട് ദൈവം നമ്മളെ മാറ്റുകയും ചെയ്യും. തീർച്ചയായിട്ടും സമരിയാക്കായ സ്ത്രീയുടെ ആ ഒരു ഉപമ അല്ലെങ്കിൽ ആ ഒരു കഥ നമ്മളെ പഠിപ്പിക്കുന്നത് അതുതന്നെയാണ്. ഒരു സാക്ഷി ജീവിതത്തിലേക്കുള്ള വിളി. യഥാർത്ഥത്തിൽ ദൈവത്തെ എങ്ങനെയാണ് ആരാധിക്കേണ്ടത്, ആത്മാവിലും സത്യത്തിലും ആരാധിക്കേണ്ടത് എന്നതിനെക്കുറിച്ചുള്ള വ്യക്തമായ ഒരു കാഴ്ചപ്പാട് നൽകുവാനായിട്ട് ഈ ഒരു ഭാഗം നമുക്ക് ഉപകാരപ്പെട്ടു. ദൈവത്തിന് നന്ദി. നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. നല്ല ഈശോയെ, അങ്ങയുടെ സുവിശേഷത്തിലൂടെ, ഇന്ന് ഞങ്ങൾ കേട്ട ഈ സുവിശേഷ വചനത്തിലൂടെ ഞങ്ങളുടെ പാപസാഹചര്യങ്ങളെ, ഞങ്ങളുടെ ഉള്ളിൽ കുടികൊള്ളുന്ന വിഗ്രഹങ്ങളെ തച്ചുടയ്ക്കുവാനും തുടച്ചു മാറ്റുവാനും യഥാർത്ഥ ദൈവം, ആ ദൈവത്തെ കണ്ടെത്തുവാനും ആരാധിക്കുവാനും നീ ആ സ്ത്രീയുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി വന്നതുപോലെ ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് ഇറങ്ങി വരണമേ. ഒരു പ്രത്യേകമായ എൻകൗണ്ടർ നൽകി ഞങ്ങളെയും നിന്റെ പ്രേക്ഷിതരാക്കി മാറ്റണമേ. ആത്മാവിലും സത്യത്തിലും ആരാധിക്കേണ്ടത് എങ്ങനെയെന്ന് ഞങ്ങളെ പഠിപ്പിക്കണമേ. വിശുദ്ധ കുർബാനയിലുള്ള അർപ്പണം വഴി, വിശുദ്ധ കുർബാനയിൽ സജീവമായി പങ്കുകൊള്ളുന്നത് വഴി ആ ആത്മീയ ജീവൻ, ആ നിത്യജീവൻ, ആ ലിവിംഗ് വാട്ടേഴ്സ്
ഞങ്ങൾക്കും ലഭ്യമാക്കാൻ കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോ മിശിഹായ്ക്ക്